കാശ്മീരിനെ ഒന്നടുത്തറിയാനുള്ള യാത്രയായിരുന്നു ഇത്. എത്ര മനോഹരമായ പ്രകൃതി! വൈവിധ്യങ്ങളിൽ പേരുകേട്ട രാജ്യമാണ് ഇന്ത്യ. നമ്മുടെ രാജ്യാതിർത്തി കാക്കുന്ന ഹിമാലയൻ മലനിരകൾ മുതൽ ഇങ്ങോട്ട് മനോഹരമായ താഴ്വരകളെ കൊണ്ട് സമൃദ്ധമാണ് നമ്മുടെ രാജ്യം. പെഹൽഗാമിലേക്കാണ് ഇപ്പോഴത്തെ നമ്മുടെ യാത്ര. 2025 ഏപ്രിൽ 22-ന് വിനോദസഞ്ചാരികളായ 28 പേരെ തീവ്രവാദികൾ വെടിവെച്ചു കൊന്ന സംഭവം അതീവ ഞെട്ടലോടെയാണ് നമ്മുടെ രാജ്യം കേട്ടത്. ഇന്ത്യയുടെ മനോഹരമായ കാശ്മീരിൻ്റെ ടൂറിസത്തെ തകർക്കുക എന്നതാണ് തീവ്രവാദികളുടെ എക്കാലത്തെയും ലക്ഷ്യം. എന്നാൽ നമ്മൾ അതിന് അടിയറവ് പറയുന്നവരല്ല. അകാലത്തിൽ പൊലിഞ്ഞുപോയ ധീരരക്തസാക്ഷികളെ സ്മരിക്കുന്നു. മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ബൈസറൻ വാലിയിലേക്കാണ് നമുക്ക് എത്തേണ്ടത്, അതും കുതിരപ്പുറത്ത്. സോനമർഗിലെ കുതിരപ്പുറത്ത് കയറിയ ധൈര്യത്തിലാണ് ഇവിടെ ഞാൻ കുതിരപ്പുറത്ത് ചാടിക്കയറിയത്. പക്ഷേ ഇതൊരു ഒന്നൊന്നര യാത്രയായിരുന്നു. ആദ്യയോടെയാണ് ഞാൻ കുതിരപ്പുറത്തിരുന്നത്. ദുർഘടം പിടിച്ച ചെങ്കുത്തായ പാത താണ്ടി വേണം മലമുകളിലെത്താൻ. ഞാൻ ആകെ സംശയത്തിലായി. ഒരു ഭാഗത്ത് ദുർഘടം പിടിച്ച ചെങ്കുത്തായ പാത, മറുഭാഗത്ത് വശ്യമായ മനോഹാരിതയിൽ ബൈസറൻ വാലി എന്നെ മാടി വിളിക്കുന്നു. ഞാൻ ഏതായാലും രണ്ടും കൽപ്പിച്ച് മുകളിലേക്ക് തന്നെ കയറാമെന്ന് വിചാരിച്ചു. എന്തും വരുന്നിടത്ത് വെച്ച് കാണാം. ഏറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം മലമുകളിലെത്തി. അവിടെ ഞാൻ കണ്ട കാഴ്ച അതിഗംഭീരം. ശരിക്കും ഒരു മിനി സ്വിറ്റ്സർലാൻഡ് തന്നെ, പറയാൻ വാക്കുകളില്ല. ഇവിടുത്തെ പ്രധാന വിനോദങ്ങളിലൊന്നാണ് സിപ്പ് ലൈൻ. സിപ്പ് ലൈനിൽ കയറി കുറച്ച് സമയം മിനി സ്വിറ്റ്സർലൻഡിൽ തന്നെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ തിരിച്ചിറങ്ങി. എന്നും മനസ്സിൽ ഓർക്കുന്നൊരു യാത്രയായിരുന്നു ഇത്. ഇനി അടുത്ത സ്ഥലം തേടിയുള്ള യാത്രയാണ്. അതെ, ദാൽ ലേക്കിലേക്ക്. ശ്രീനഗറിലെ പ്രസിദ്ധമായ ദാൽ ലേക്കാണിത്. കൊടും തണുപ്പാണിവിടെ. കാശ്മീരികൾ തണുപ്പിൽ നിന്നും രക്ഷക്കായി ഫെറനുകൾ ധരിച്ചിരിക്കുന്നു. ചെമ്മരിയാടിൻ്റെ തോലുകൊണ്ടുണ്ടാക്കുന്ന പ്രത്യേക തരം വസ്ത്രമാണിത്. അങ്ങിങ്ങായി ചെറിയ ശിക്കാരകൾ കാണുന്നുണ്ട്. ഏകദേശം 5000-ലധികം ശിക്കാരകളുണ്ടത്രേ ഈ ദാൽ ലേക്കിൽ. ഓരോ ചെറുവള്ളങ്ങളിലും പലതരത്തിലുള്ള കച്ചവടക്കാർ ഞങ്ങളെ സമീപിച്ചു. പച്ചക്കറി കച്ചവടക്കാർ, പഴങ്ങൾ വിൽക്കുന്നവർ, അത്തർ വിൽപ്പനക്കാർ, അങ്ങനെ എല്ലാം കൗതുകമുണർത്തുന്ന കച്ചവടങ്ങൾ. വളരെ നിഷ്കളങ്കരായ മനുഷ്യർ. ദാൽ ലേക്കിനോടും കാശ്മീരിനോടും യാത്ര പറയാൻ സമയമായി. പോകുന്ന വഴിയിൽ അവിടെ ഒരു തുണിക്കടയിൽ കയറി. പിന്നീട് എയർപോർട്ടിലേക്ക്. ഇത്രയും മനോഹരമായ കാഴ്ചകൾ സമ്മാനിച്ച കാശ്മീരിനോട് മാനസികമായൊരു അടുപ്പം വന്നിരുന്നതിനാൽ തിരിച്ചുപോക്ക് വല്ലാത്തൊരു പ്രയാസമായിരുന്നു. എന്നാലും വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ ഒരുപാട് നല്ല ഓർമ്മകൾ ഹൃദയത്തിലേറി ഞങ്ങൾ തിരിച്ച് വിമാനം കയറി. ഡൽഹി ഇന്ദിരാഗാന്ധി എയർപോർട്ടിലേക്കാണ് പോയത്, രാജ്യ തലസ്ഥാനത്തേക്ക്. 2 മണിക്കൂർ കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും കോഴിക്കോടേക്ക്. രാത്രി തിളങ്ങി നിൽക്കുന്ന ഡൽഹി നഗരങ്ങളുടെ പ്രസരിപ്പിൻ്റെ ആകാശക്കാഴ്ച അതിമനോഹരം തന്നെ. വീണ്ടും കാണാം.